ബി കെ സുഹൈൽ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ പാണക്കാട്ട് തങ്ങളുടെ അടുത്തുണ്ട്. ഹൈദരലി ശിഹാബ് തങ്ങളുമായി ബി കെ സുഹൈൽ സംസാരിക്കും. ഈ തെരഞ്ഞെടുപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേന്ദ്ര LDF ഭരണത്തിന് വിരുദ്ധമായ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത്. അതിനെതിരെയുള്ള വോട്ടുകളാണ് ഇവിടെ ചെയ്തത്. ഇപ്പോൾ 1 ലക്ഷം കടക്കുകയാണ്. തങ്ങൾ ഇതിന് പ്രഖ്യാപന സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു 2 ലക്ഷത്തിനപ്പുറത്തേക്ക് പോകണമെന്ന്. ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? മികമായിട്ട് വണ്ടി കഴിയട്ടെ, അപ്പം നോക്കാം. അതേപോലെ തന്നെ ഇ അഹമ്മദ് സാഹിബിന് ലഭിച്ച ഒരു ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഒരു ഭൂരിപക്ഷം ലഭിക്കുകയാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ ആളുകൾ ആ ഇ അഹമ്മദ് സാഹിബിൻ്റെ മരണത്തിൻ്റെ സ്മരണയിൽ കുഞ്ഞാലിക്കുട്ടിക്ക് നൽകുന്ന ഒരു വോട്ടായി ഇതിനെ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് പോകണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചോതുന്നത്. ഏതായിരുന്നാലും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും അതേപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മുഴുവൻ നേതാക്കളും പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അല്പസമയത്തിനകം പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഇവിടെ എത്തും. പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. മജീദ് സാഹിബ്, നമ്മുടെ ഈ ഒരു അവസരത്തിൽ 1 ലക്ഷം കടക്കുകയാണ്. ഈ അവസരത്തിൽ എങ്ങനെയാണ് ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ്. ഞങ്ങളുടെ പ്രതീക്ഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 1 ലക്ഷം കടന്നു. ഏതാണ്ട് 4 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ഏതാണ്ട് 4 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ 1 ലക്ഷം കടന്നിരിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ്. ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ലീഡ് ഇ അഹമ്മദിന് 2014 ലഭിച്ച 1,94,000 എന്ന ലീഡിനെ മറികടക്കാനുള്ള സാധ്യത ഏറുകയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പാണക്കാട്ട് ഹൈദരലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളും. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 1 ലക്ഷം കടന്നിരിക്കുന്നു.